നമസ്കാരം. മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കോഴിവളത്തിനെ പറ്റിയാണ്. കോഴിവളം എങ്ങനെ ചെടികൾക്ക് ഉപയോഗിക്കണം, അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറയും ജൈവവളത്തിൽ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വളം എന്ന് പറയുന്നത് കോഴിവളമാണ്. അപ്പോൾ കോഴിവളം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, കോഴിവളം അത് കമ്പോസ്റ്റായിട്ട് വേണം ഉപയോഗിക്കാൻ. കോഴിവളം ഇപ്പം നമ്മൾ മുട്ടക്കോഴിയുടെ ആണെങ്കിൽ കോഴിവളം ഉപയോഗിക്കുകയാണെങ്കിൽ അത് കമ്പോസ്റ്റ് അത് കുഴിയിലോ മറ്റോ ഇട്ടിട്ട് അത് കമ്പോസ്റ്റ് ആയതിനു ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഈ കോഴിവളം എന്ന് വെച്ചാൽ കമ്പോസ്റ്റ് ആക്കി എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, കോഴിവളത്തിൻ്റെ അകത്ത് നമ്മൾ ബ്രോയിലറിൻ്റെ കോഴിവളമുണ്ട്, അതുപോലെ മുട്ടക്കോഴിയുടെ വളമുണ്ട്. ബ്രോയിലർ കോഴികളാണെങ്കിൽ നമ്മൾ ബ്രോയിലർ കോഴീൻ്റെ ഒരു ബാച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ഏകദേശം ആ ബാച്ച് തീർന്നതിന് ശേഷം മാത്രമേ ആ കോഴിവളം പുറത്തേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ആ വളം നമ്മൾ ഡയറക്റ്റ് ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഇടുകയാണെങ്കിൽ അതിൻ്റെ വേരിന് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എന്ത് വേണമെന്ന് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്യണം. അത് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ കോഴിവളം എടുത്തതിന് ശേഷം അത് ഒരു ഷീറ്റിൽ, ഇതേപോലെ ഒരു ഷീറ്റിൽ ഇട്ട് വെക്കുക. ഷീറ്റിലിട്ട് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഷീറ്റിൽ ഇത് നമ്മൾ ഞാൻ മുട്ടക്കോഴീൻ്റെ ഫാമാണുള്ളത്. മുട്ടക്കോഴീൻ്റെ ഇത് കുട്ടികളെ ഇടുന്ന ബാച്ച്, നമ്മൾ കുട്ടികളെ ഇറക്കി വിടുക ചെയ്യുക. കുട്ടികളെ ഇടുന്ന അതിൻ്റെ അകത്തുള്ള കോഴി കാഷ്ടമാണിത്. അത് നമ്മൾ കുട്ടീൻ്റെ ഏകദേശം 2 മാസം ആയതിനു ശേഷമാണ് ആ കോഴിവളം കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അതും നമ്മൾ നല്ല ചൂടായിരിക്കും. അത് ഡയറക്റ്റ് ചെടികൾക്ക് ഇടാൻ പാടില്ല. ഇടുകയാണെങ്കിൽ ചെടീൻ്റെ വേര് നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മൾ ഇതേപോലെ ഒരു ഷീറ്റിൻ്റെ അകത്ത് കൂട്ടിയിട്ടതിന് ശേഷം അതിനെ ട്രീറ്റ് ചെയ്യാന്ന് പറയാം. ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ കൂട്ടിയിട്ടതിന് ശേഷം സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ ഒന്ന് അടിച്ചു കൊടുക്കുക നല്ലപോലെ. ഞാൻ കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ ഇതേപോലെ ഇതിനകത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സൊല്യൂഷൻ സ്പ്രേ ചെയ്താനുള്ള 2 ഗുണമെന്ന് വെച്ചാൽ, ഒന്ന് സ്മെല്ല് ഉണ്ടാവില്ല, 2 വെച്ചാൽ ഇത് വളം പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. അത് കമ്പോസ്റ്റിന് നല്ല ബാക്ടീരിയയിലും കൂടെ വർക്ക് ചെയ്തിട്ട് ആ വളത്തിന് കുറച്ച് കൂടുതൽ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സൊല്യൂഷൻ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ശർക്കര, നിങ്ങളെടുക്കുന്ന അളവിനനുസരിച്ചിട്ട് ശർക്കര എന്ന് വെച്ചാൽ വെല്ലം, കരിപ്പട്ടി എന്നെല്ലാം പറയുന്ന സാധനം കുറച്ച് ഇത് വെള്ളത്തിൽ അലിയിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ സ്പ്രേ ചെയ്യാം. നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, വെള്ളം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സൊല്യൂഷൻ ഓൾറെഡി ഇപ്പോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആദ്യം ഫസ്റ്റ് സൊല്യൂഷൻ അടിച്ചു, അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ടു. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളമാണ് ഇതിൻ്റെ മേലെ തളിക്കാൻ പോകുന്നത്. പച്ചവെള്ളം കുറച്ച് നല്ലപോലെ തളിച്ചു കൊടുക്കണം. ഇതിപ്പോൾ ഇതേപോലെ ഒരു പൈപ്പിൻ്റെ അകത്തോ നിങ്ങൾ ഏതിനകത്തോ വെള്ളമെന്ന് വെച്ചാൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്പ്രേ ചെയ്യാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്യാം. സൊല്യൂഷൻ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ EM സൊല്യൂഷൻ എല്ലാ ഭാഗത്തും ഈ കോഴിവളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഒന്നുകൂടി വെള്ളം നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വെള്ളം ഇത് കുതിരാൻ മാത്രം വെള്ളം വേണം ഇതിന്. കാരണം വെള്ളം ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. വെള്ളം എന്നാൽ കൂടുതലാകാനും പാടില്ല, കൂടുതലായിട്ട് ഒലിച്ച് ഇറങ്ങാൻ പാടില്ല. ഒന്ന് ഇടയ്ക്ക് ഇതേപോലെ 2-3 പ്രാവശ്യം ഇതേപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുട്ടുപൊടിക്ക് കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ആക്കി വെക്കുക. ഇത് വീണ്ടും കുറച്ചും കൂടെ EM സൊല്യൂഷൻ ഇതേപോലെ 2-3 പ്രാവശ്യം നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുന്നതാണ് ഒന്നും കൂടെ നല്ലത്. പ്ലാസ്റ്റിക് ഷീറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പഴയ ചാക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. വെറും തറയിലിടുന്നതിനെക്കാട്ടും നല്ല പ്ലാസ്റ്റിക് ഷീറ്റിലിടുന്നതാണ്. അതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇനി ഒന്നും കൂടെ വെള്ളമടിച്ച് ഫൈനലൊന്നും കൂടെ ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ മിക്സ് ആയിട്ടുണ്ട്. ഇത് കമ്പോസ്റ്റ് ആക്കാനുള്ളത് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഒന്നുകിൽ ഈ പ്ലാസ്റ്റിക്കിന് സൗകര്യമുണ്ട്, ഇത് കുറച്ച് വിസ്താരം ഉള്ളതാണെങ്കിൽ ഇത് തന്നെ ഇട്ട് മൂടി കൊടുക്കുക. നല്ലതുപോലെ മൂടി കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കല്ലോ ഇതുപോലെ മൂടി വെച്ച് ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുക്കുമ്പോഴെങ്കിൽ ഇത് നല്ല കറുത്ത് നല്ല വളമായിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ചൂട് മൊത്തം കഴിഞ്ഞിട്ടുണ്ടാകും. ഈ കോഴിവളത്തിലുള്ള ചൂട് മൊത്തം പോയി നല്ലൊരു വളമായിട്ട് മാറിയിട്ടുണ്ടാകും. പിന്നെ ഈ പ്ലാസ്റ്റിക് ഇടുന്നതിനുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഹ്യൂമിഡിറ്റി ഇതിനകത്ത് തന്നെ നിലനിർത്തുകയും ചെയ്യും ഈ പ്ലാസ്റ്റിക്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഹ്യൂമിഡിറ്റി നഷ്ടപ്പെടാതെ ഈ കോഴിവളത്തിൽ തന്നെ ഇത് മിക്സായി നല്ല വളമായിട്ട് മാറുന്നതായിരിക്കും. ഇത് നല്ല കറുത്ത നല്ലൊരു കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാകും. ഇതെങ്ങനെയാണ് കോഴിവളം കമ്പോസ്റ്റായി മാറ്റുന്നത്. നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റിയിട്ട് ഈ വളമാണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കോഴി ഫാമിൽ നിന്ന് കൊണ്ടുവരുന്ന വളം ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെടികൾക്കോ തെങ്ങിന് അതുപോലെ പച്ചക്കറികൾക്ക് ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഡയറക്റ്റായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഈ ചെടികൾ ഉണങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ചില ആൾക്കാർ പറയും കോഴിവളം ഭയങ്കര ചൂടാണ്, അത് ചെടി നശിക്കും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷേ അതിനൊന്നും അർത്ഥമില്ല. അത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ്. ഇത് കോഴിവളം ഡയറക്റ്റായിട്ട് നമ്മൾ ഫാമിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് അതേപടി ചെടികൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ചെടി നശിച്ചു പോകുന്നത്. അതിന് പകരം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടിക്ക് ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് കോഴിവളം തന്നെയാണ്. ജൈവവളത്തിൽ നമ്മൾ ആട്ടിൻ കാഷ്ടം അതുപോലെ ചാണകപ്പൊടി ഇങ്ങനത്തെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഇപ്പം വരുന്ന ഈ ചാണകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാലിത്തീറ്റയൊക്കെ കൊടുത്ത് അതിൻ്റെ അകത്ത് യൂറിയൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് അതിൻ്റെ അകത്ത്. അതുപോലെ നമ്മൾ ഈ ചാണകം അധികവും ചില ആൾക്കാർ ഉണക്കുന്നത് വെയിലിനിട്ടാണ്. അപ്പോൾ വെയിലിനിട്ട് ഉണക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ബാക്ടീരിയകളും നമുക്ക് സൂക്ഷ്മജീവികളെല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അതിന് പിന്നെ ഒന്നുമില്ലാതെ വേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് കിട്ടുന്നത് കൊണ്ട് വലിയൊരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിന് കോഴിവളത്തിനാണെങ്കിൽ വിലയും കുറവാണ്. അത് ഇതേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കോഴിവളത്തിലാണ് അത്യാവശ്യം അമോണിയൻ്റെ കണ്ടൻറ്റ് ഉണ്ട് കൂടുതൽ, അതുപോലെ നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലാണ് അതിൻ്റെ അകത്ത്. പിന്നെ പൊട്ടാഷ് ചെറിയ അളവിലുണ്ട്. ചെടികൾക്ക് ആവശ്യമുള്ള NPK മിശ്രിതം മുഴുവൻ ഈ കോഴിവളത്തിൽ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്.
പിന്നെ കോഴിവളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നെല്ലാം വരുന്ന വലിയ ഫാമുകളുണ്ട്. വലിയ ഫാമിലൊക്കെ കോഴിവളം നമ്മൾ ഇറച്ചിക്കോഴീൻ്റെ ഫാമിൽ നിന്ന് വരുന്ന പിന്നെ ചിലർ വില കുറവാണെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുന്നുണ്ട്. പക്ഷേ തമിഴ്നാട്ടിലെ കോഴിവളത്തിന് വേറൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഈ കോഴിക്ക് തീറ്റേൻ്റെ അകത്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം കൂടുതലായിട്ട് കാണുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ മണ്ണിനെയും പിന്നെ അതുപോലെ ചെടികളെയും നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതും ചില ആൾക്കാർ കൊണ്ടുവന്ന് അതേപടി ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ട് അതേപടി ചെടികൾക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇടുകയാണ് ചെടികൾ മൊത്തം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മണ്ണിലുള്ള ആവശ്യമുള്ള സൂക്ഷ്മാണുക്കളും എല്ലാം നമുക്ക് നശിച്ചു പോകും. അതേ അവസരത്തിൽ ഇതേപോലെ ട്രീറ്റ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ പിന്നെ ഏറ്റവും നല്ല വളം എന്ന് പറയുന്നത് കോഴിവളമാണ്. പിന്നെ മുട്ടക്കോഴീൻ്റെ വളം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ പച്ചക്കക്കയുടെ അംശമുണ്ട്. അതിനകത്ത് കോഴികൾക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പച്ചക്കക്ക പൊടി ഉണ്ടാകും തീറ്റേൻ്റെ അകത്ത്. ആ പച്ചക്കക്ക പൊടി ശരിക്കും ദഹിക്കാതെ പുറത്തേക്ക് വരും. അത് കാഷ്ടത്തിൻ്റെ കൂടെ പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് പച്ചക്കറികൾക്ക് കാൽസ്യത്തിൻ്റെ ഒരു കുറവ് നിലനിർത്താൻ ഈ പിന്നെ മുട്ടക്കോഴിയുടെ വളം നമുക്ക് ചേർക്കുന്നത് കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ കോഴിവളത്തിൻ്റെത് പിന്നെ ഞാൻ കമ്പോസ്റ്റാക്കി മാറ്റിയത് ഞാൻ കാണിച്ചുതരാം. ഞാൻ എൻ്റെ ഫാമിൽ എൻ്റെ പിന്നെ കോഴി ഫാമിലുണ്ടാകുന്ന കോഴിവളം മുഴുവൻ ഞാൻ ഇതുപോലെ കമ്പോസ്റ്റാക്കി മാറ്റിയിട്ടാണ് കൃഷിക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത്. ഈ കോഴിവളം ഞാൻ ഡെയിലി ഉള്ള കോഴിവളം ഇതേപോലെ പിന്നെ ടാങ്കിൻ്റെ അകത്ത് നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടാങ്കിൻ്റെ അകത്ത് ഏകദേശം 2 മാസത്തെ വളം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത് ഒരു കുഴിയിൽ. അതുപോലത്തെ 3 കുഴിയുണ്ട് എൻ്റെ ഇതിൽ. 3 ടാങ്കുണ്ട്, കമ്പോസ്റ്റ് ടാങ്കുണ്ട്. ഈ 3 ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ ദിവസവും ഉള്ള കോഴിവളം കൊണ്ടുപോയിട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ സാധനം ചൂട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഈ കോഴിവളം ശരിക്കുള്ള കമ്പോസ്റ്റായ സാധനമാണ്. ഇത് കൈകൊണ്ട് എടുക്കുന്നതിനും കുഴപ്പമില്ല, ഇതിനകത്ത് ചൂടുമില്ല. നല്ലൊരു ജൈവവളം, ഇത് കോഴിവളത്തിനെ പോലത്തെ നല്ലൊരു ജൈവവളം വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. ഇത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലാതെ ഡയറക്റ്റ് കൊണ്ട് ഇട്ടിട്ട് കോഴിവളത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിവിടെ കൃഷി ചെയ്യുന്നതിന് ഇപ്പോൾ 8 വർഷമായിട്ട് കോഴി ഫാം നടത്തുന്നുണ്ട്. എല്ലാ കൃഷികളും ഞാനിപ്പോൾ പച്ചക്കറി കൃഷിയുണ്ട്, എനിക്ക് പിന്നെ വാഴയുണ്ട്, അതുപോലെ കുരുമുളകുണ്ട്. എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കുന്നത് ഈ കോഴിവളം മാത്രമാണ്. ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് കോഴിവളം മാത്രം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റേ ചാണകമൊന്നും വാങ്ങാറില്ല. ചാണകം പിന്നെ പച്ച ചാണകത്തിന് പകരം ഞാൻ ഈ കോഴിവളം പച്ച കാഷ്ടമാണ് പിന്നെ കുതിർത്തിട്ട് വെള്ളത്തിൽ ടാങ്കിൻ്റെ അകത്ത് കുതിർത്തിട്ട് അതും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പിണ്ണാക്കിൻ്റെ അതേ ഗുണം കിട്ടുന്നുണ്ട്. നമ്മൾ കലക്കി ഉപയോഗിക്കുകയാണെങ്കിൽ പക്ഷേ കുറച്ച് സ്മെല്ലുണ്ടാവും. അതിനെ കുറച്ച് നേർപ്പിച്ചിട്ട് നിങ്ങൾ പിന്നെ പച്ചക്കറികളിൽ തടത്തിൽ ഒഴിക്കുന്നത് ഏറ്റവും നല്ലത്. ഇത്രയാണ് കോഴിവളത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കോഴിവളം വാങ്ങിയിട്ട് പിന്നെ ഇതേപോലെ കമ്പോസ്റ്റാക്കി കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ഡയറക്റ്റ് ഉപയോഗിക്കുക. അല്ല കമ്പോസ്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇറച്ചിക്കോഴീൻ്റെ ഫാമിലാണ് നിങ്ങൾ വളം കിട്ടുന്നതെങ്കിൽ ഇതുപോലെ ഞാൻ കാണിച്ചതുപോലെ കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ചെടികളിൽ ഉപയോഗിക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അതിന് ശേഷം അഭിപ്രായം പറയുക. ഇതാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് എല്ലാവരും ഇത് കോഴിവളം വാങ്ങിയതിന് ശേഷം ഇതുപോലെ ട്രീറ്റ് ചെയ്ത് ഉപയോഗിക്കുക. അതിൻ്റെ റിസൾട്ട് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയാണ് ഈ വീഡിയോത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.